ഇന്ന് നാം കാണുന്ന ട്രാക്ടറുകളുടെയും ഭാരം വഹിക്കുന്ന വാഹനങ്ങളുടെയും മുൻഗാമിയായി ഇതിനെ വിശേഷിപ്പിക്കാം. അദ്ദേഹത്തിൻ്റെ കൂടെ കുറച്ചു നേരം ഞാൻ ഈ ട്രെയിനിൽ യാത്ര ചെയ്തു. വിൻറ്റേജ് ആൻഡ് ക്ലാസിക് കാർ ആൻഡ് ബൈക്ക് ഷോയുടെ അതുല്യമായ കാഴ്ചകളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഹലോ കൂട്ടുകാരെ, നമുക്ക് ഇന്ന് എക്സിറ്ററിലെ ഡാർക്ക് ഫാമിൽ നടക്കുന്ന കാർ ഷോയിലേക്ക് പോകാം. ഇവിടെ വളരെ വിലമതിക്കാനാവാത്ത വിന്റേജ് കാറുകളുടെ അതിമനോഹരമായ ഒരു ഷോയാണ് ഇവിടെ നടക്കുന്നത്. അതിന് രാവിലെയാണ് ഷോ സമയം. ഇവിടുത്തെ ഇംഗ്ലണ്ട് ടൈം രാവിലെ 11 മണിക്കാണ്. കൃത്യം 11 മണിക്ക് തന്നെ ഞാൻ എത്തിച്ചേർന്നു. ഇവിടെ ആൾക്കാർ വന്നു ചേരാൻ തുടങ്ങി. ഓക്കെ, നമുക്കിനി അകത്തോട്ട് കയറി നമുക്ക് ഇവിടുത്തെ കാഴ്ചകൾ കാണാം. കയറി വരുമ്പോൾ ആദ്യം കാണുന്നത് ഒരു ടെന്റാണ്. വളരെ മനോഹരമായ ഒരു ടെന്റാണ്. ഈ ടെന്റിനകത്തൂടെയാണ് അകത്തോട്ട് കയറേണ്ടത്. ഇതാണ് എൻ്റെ ഒരു മെയിൻ കവാടം. ഇക്കഴിഞ്ഞ ജൂൺ 21 ഇംഗ്ലണ്ടിലെ ടോപ്ഷം എന്ന പ്രദേശത്ത് ഡാറ്റ്സ് ഫാമിൽ സംഘടിപ്പിച്ച വിൻറ്റേജ് ആൻഡ് ക്ലാസിക് കാർ ആൻഡ് ബൈക്ക് ഷോയുടെ അതുല്യമായ കാഴ്ചകളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വാഹന ചരിത്രത്തിൻ്റെ സുവർണകാലത്തെ ഓർമ്മിപ്പിക്കുന്ന നിരവധി വിൻറ്റേജ് കാറുകളും ക്ലാസിക് കാറുകളും അപൂർവ ബൈക്കുകളുടെയും ഒരു വലിയ പ്രദർശനമാണ് ഇത്. പതിറ്റാണ്ടുകൾ പഴക്കമുള്ള വാഹനങ്ങൾ ഇന്നും അതേ ഭംഗിയോടും പ്രൗഢിയോടും സംരക്ഷിച്ചു വച്ചിരിക്കുന്നതിൻ്റെ മികച്ച ഉദാഹരണങ്ങളാണ് ഇവിടെ കാണാൻ കഴിഞ്ഞത്. ഓരോ വാഹനത്തിനും അതിൻ്റേതായ ചരിത്രവും പ്രത്യേകതകളുമുണ്ട്. പഴയകാല ഓട്ടോമൊബൈൽ ഡിസൈനുകളുടെ സൗന്ദര്യവും പ്രവർത്തന മികവും ആ കാലഘട്ടത്തിലെ സാങ്കേതിക വിദ്യയുടെ വളർച്ച എന്നിവയെക്കുറിച്ച് ഈ വാഹനങ്ങൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഇതിൻ്റെ വാഹന ഉടമകൾ വർഷങ്ങളോളം പരിപാലിച്ച് സംരക്ഷിച്ചു കൊണ്ടു നടക്കുന്ന ഈ വാഹനങ്ങൾ ഒരു പ്രദർശന വസ്തു മാത്രമല്ല, ചരിത്രത്തിൻ്റെ ജീവിക്കുന്ന സാക്ഷ്യങ്ങളാണ്. ക്രോം ഫിനിഷുകളിൽ തിളങ്ങുന്ന കാറുകൾ, അപൂർവ എൻജിൻ മോഡലുകൾ, പഴയകാല ഡിസൈൻ ശൈലികൾ, ശ്രദ്ധേയമായ ബൈക്ക് ശേഖരങ്ങൾ എന്നിവ വളരെ ആകർഷിച്ചു. കുടുംബങ്ങൾക്കും വാഹന പ്രേമികൾക്കും ഫോട്ടോഗ്രാഫർമാർക്കും ഒരുപോലെ ആസ്വദിക്കാവുന്ന ഒരു വലിയ ആഘോഷമായിരുന്നു ഈ ക്ലാസിക് വെഹിക്കിൾ ഷോ. പഴയകാല വാഹനങ്ങളുടെ ഭംഗിയും അവയുടെ പിന്നിലെ കഥകളും അറിയാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ വീഡിയോ ഒരു വളരെ ഉപകാരപ്രദമായിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. വാഹനപ്രേമികളെ ആകർഷിച്ച ഈ പ്രത്യേക പരിപാടിയിൽ നിരവധി ക്ലാസിക് കാറുകളും വിൻറ്റേജ് കാറുകളും മനോഹരമായ ബൈക്കുകളും പ്രദർശിക്കപ്പെട്ടു. കാലത്തിൻ്റെ ചരിത്രം പറയുന്ന അപൂർവ മോഡലുകൾ, അതീവ ശ്രദ്ധയോടെ സംരക്ഷിച്ചിരിക്കുന്ന ക്ലാസിക് വാഹനങ്ങൾ വരെ സന്ദർശകരുടെ ശ്രദ്ധ പിടിച്ചുപറ്റി. പഴമയുടെ ഭംഗിയും എഞ്ചിനീയറിംഗിൻ്റെ മുഖവും ഒരുമിച്ച് ചേർന്ന ഈ വാഹനങ്ങൾ ഓരോന്നും തനതായ കഥകൾ പറയുന്നതായിരുന്നു. വാഹനങ്ങളോടുള്ള ആവേശവും പഴയ കാല ഓർമ്മകളും നിറച്ച ഈ പരിപാടി കുടുംബങ്ങളും വാഹനപ്രേമികൾക്കും ഒരുപോലെ മികച്ച അനുഭവമായി മാറി. കാർ ഷോകൾ ഈ വാഹനങ്ങളുടെ മഹത്വം ആഘോഷിക്കുന്ന വേദികളാണ്. ഇവിടെ നൂറുകണക്കിന് വാഹനപ്രേമികളും ചരിത്രാസ്വാദകരും ഒത്തുചേരുന്നു. ഓരോ കാറും അതിൻ്റെ നിർമ്മാണ വർഷം, സാങ്കേതിക പ്രത്യേകതകൾ, ഉടമസ്ഥാവകാശ ചരിത്രം എന്നിവയുമായി പ്രദർശിക്കപ്പെടുന്നു. ചില വാഹനങ്ങൾ 100 വർഷത്തിലേറെ പഴക്കമുള്ളതാവാം. എന്നിരുന്നാലും അവയുടെ തിളക്കവും പ്രവർത്തനക്ഷമതയും ഇന്നും വിസ്മയം സൃഷ്ടിക്കുന്നു. ക്ലാസിക് കാർ ഷോകളിൽ പങ്കെടുക്കുമ്പോൾ കാണികൾക്കൊരു വാഹനമല്ല കാണാൻ ലഭിക്കുന്നത്, ഒരു കാലഘട്ടത്തിൻ്റെ സംസ്കാരവും ജീവിതശൈലിയും സാങ്കേതിക വളർച്ചയും അനുഭവിക്കാനാണ് അവസരം ലഭിക്കുന്നത്. പഴയ അമേരിക്കൻ മസിൽ കാറുകൾ, യൂറോപ്യൻ ലക്സറി മോഡലുകൾ, ബ്രിട്ടീഷ് റോഡ്സ്റ്ററുകൾ, അപൂർവ സ്പോർട്സ് കാറുകൾ തുടങ്ങി നിരവധി വാഹനങ്ങൾ ചരിത്രത്തിൻ്റെ ജീവിക്കുന്ന സാക്ഷികളായി ഇവിടെ അണിനിരക്കുന്നു. ക്ലാസിക് കാറുകൾ നമ്മെ പഠിപ്പിക്കുന്നത് ഒരു പ്രധാന പാഠമാണ്. യഥാർത്ഥ മഹത്വം കാലം കടന്നുപോയാലും നഷ്ടമാകില്ല. ഓരോ വിൻറ്റേജ് കാറും മനുഷ്യൻ്റെ സൃഷ്ടിപരത്വത്തിൻ്റെയും കരകൗശലത്തിൻ്റെയും ചരിത്രത്തിൻ്റെയും ഒരു സ്മാരകമാണ്. ആ പൈതൃകം അടുത്ത തലമുറകളിലേക്ക് കൈമാറുക എന്നത് വാഹനപ്രേമികളുടെ ഉത്തരവാദിത്വവും അഭിമാനവുമാണ്. കാലത്തെ മറികടന്ന് ഇന്നും തിളങ്ങുന്ന ഈ അതുല്യ വാഹനങ്ങളുടെ ലോകത്തിലേക്ക് നമുക്ക് കടക്കാം. ക്ലാസിക് കാറുകൾ വെറും പഴയ വാഹനങ്ങൾ മാത്രമല്ല,
അവ എഞ്ചിനീയറിംഗിൻ്റെ കലാസൃഷ്ടികളാണ്. കമ്പ്യൂട്ടറുകളും ഓട്ടോമേഷനും ഇന്നത്തെ പോലെ വികസിച്ചിട്ടില്ലാത്ത കാലഘട്ടത്തിൽ മനുഷ്യരുടെ കഴിവും കരവിരുതും ഉപയോഗിച്ച് രൂപകൽപ്പന ചെയ്ത വാഹനങ്ങളാണിവ. ഓരോ വളവും ഓരോ ക്രോം ഭാഗവും ഓരോ ഇൻറ്റീരിയർ ഡിസൈനും ആ കാലഘട്ടത്തിലെ സാങ്കേതിക മികവിൻ്റെയും സൗന്ദര്യബോധത്തിൻ്റെയും തെളിവുകളാണ്. ഈ കാറ് 1946 ഇത് മേടിയെന്ന് എഴുതിയിരിക്കുന്നത്. ഇതിന്റെ ഓണർ ശരിക്കുള്ള ഇപ്പോഴത്തെ ഓണർ 1961 ഈ കാറ് അവര് വാങ്ങുന്നത്. അവര് കയ്യിൽ നിന്ന് അവര് പിൻതലമുറക്കാർക്ക് 1974 കൊടുത്തത്. 1974 മുതൽ ഈ കാർ അവര് സൂക്ഷിച്ചു വെക്കുന്നുണ്ട്. ഓക്കെ, 2019 ഇതിന് പിന്നെയും അതിന്റെ മെയിൻ്റെനൻസ് ഒക്കെ ചെയ്ത് റോഡിൽ ഇറക്കി. ഇപ്പൊ ഇത് വർക്കിംഗ് കണ്ടീഷനാണ്. 1946 കാറാണ്. ഓക്കെ, ഒരു 2 സീറ്റർ കാറാണ്. ഓക്കെ, ഇപ്പോഴും കണ്ടു കഴിഞ്ഞാൽ വളരെ പുതിയതുപോലെ തന്നെ ഉണ്ട്. നമ്മൾ ഇപ്പോൾ കാണുന്നത് ഒരു സാധാരണ പഴയ വാഹനമല്ല. വ്യാവസായ വിപ്ലവത്തിൻ്റെ കാലഘട്ടത്തിൽ ലോകത്തെ മാറ്റിമറിച്ച ഒരു അത്ഭുത യന്ത്രമാണിത്. പുറകിൽ ട്രാക്ഷൻ എഞ്ചിൻ എന്നറിയപ്പെടുന്ന ഒരു സ്റ്റീം എഞ്ചിനാണ്. ഇംഗ്ലണ്ടിലെ പ്രശസ്തമായ ചാർലസ് ബ്യൂറൽ ആൻഡ് സൺസ് എന്ന കമ്പനി നിർമ്മിച്ച ഈ യന്ത്രം 19-ാം നൂറ്റാണ്ടിൻ്റെയും 20-ാം നൂറ്റാണ്ടിൻ്റെയും തുടക്കത്തിലെയും സാങ്കേതിക വിദ്യയുടെ മികച്ച ഉദാഹരണമാണ്. ഇന്ന് നാം കാണുന്ന ട്രാക്ടറുകളുടെയും ഭാരം വഹിക്കുന്ന വാഹനങ്ങളുടെയും മുൻഗാമിയായി ഇതിനെ വിശേഷിപ്പിക്കാം.
ആദ്യമായി ഈ എഞ്ചിൻ നോക്കുമ്പോൾ അതിന്റെ വലിയ ഇരുമ്പു ചക്രങ്ങളും ശക്തമായ ഘടനയും ശ്രദ്ധ ആകർഷിക്കും. കൃഷിയിടങ്ങളിലും ഫാക്ടറികളിലും റോഡ് നിർമ്മാണത്തിലുള്ള ഭാരമുള്ള ചരക്കുകൾ വലിച്ചു നീക്കുന്നതിനായി രൂപകൽപ്പന ചെയ്ത യന്ത്രമാണിത്. ഈ എഞ്ചിന്റെ പ്രവർത്തന രീതി വളരെ രസകരമാണ്. കൽക്കരി അല്ലെങ്കിൽ മരം കത്തിച്ച് ബോയിലറിലെ വെള്ളം ചൂടാക്കുന്നു. വെള്ളം ചൂടായി ഉയർന്ന മർദ്ദത്തിലുള്ള നീരാവിയായി മാറുന്നു. ഈ നീരാവിയാണ് പിസ്റ്റണുകളെ പ്രവർത്തിക്കുന്നത്. പിസ്റ്റണുകളുടെ ചലനം പിന്നീട് വലിയ ചക്രങ്ങളിലേക്ക് കൈമാറുകയും അതുവഴി മുഴുവൻ യന്ത്രവും മുന്നോട്ട് സഞ്ചരിക്കുകയും ചെയ്യുന്നു. ഈ യന്ത്രത്തിന്റെ മുൻവശത്തുള്ള വൃത്താകൃതിയിലുള്ള ഭാഗത്ത് ദി ബ്യൂറൽ ട്രാക്ഷൻ എഞ്ചിൻ എന്ന പേര് കാണാം. ഈ എഞ്ചിന്റെ പാരമ്പര്യത്തെയും ചരിത്ര പ്രാധാന്യത്തെയും ഓർമ്മിപ്പിക്കുന്നു. ഇന്ന് ഇത്തരം എഞ്ചിനുകൾ സാധാരണ ജോലികൾക്കായി ഉപയോഗിക്കുന്നില്ല, പക്ഷേ ഇവ ചരിത്രത്തിന്റെ ജീവനുള്ള സ്മാരകങ്ങളായി സംരക്ഷിക്കപ്പെടുന്നു. ഇന്ന് ഇംഗ്ലണ്ടിലെയും യൂറോപ്പിലെയും നിരവധിയായിട്ടുള്ള ഹെറിറ്റേജ് ടീം ഷോകൾ, വിൻറ്റേജ് വെഹിക്കിൾ എക്സിബിഷൻസ്, അഗ്രികൾച്ചറൽ ഫെസ്റ്റിവൽസ് എന്നിവയിൽ ഇത്തരം എഞ്ചിനുകൾ പ്രദർശിക്കപ്പെടുന്നു. 100-ലധികം വർഷങ്ങൾക്ക് മുമ്പ് നിർമ്മിക്കപ്പെട്ടിട്ടും ഇന്നും പ്രവർത്തനക്ഷമമായി നിലനിൽക്കുന്ന ചില ബ്യൂറൽ എഞ്ചിനുകൾ സാങ്കേതിക മികവിന്റെ അതുല്യ ഉദാഹരണങ്ങളാണ്. ഈ എഞ്ചിനെ കാണുമ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാകും: മനുഷ്യന്റെ അധ്വാനവും കണ്ടുപിടുത്ത ശേഷിയും ചേർന്നാൽ കാലത്തെ അതിജീവിക്കുന്ന സാങ്കേതിക അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ കഴിയുമെന്ന്. ബ്യൂറൽ ട്രാക്ഷൻ എഞ്ചിൻ വെറും ഒരു യന്ത്രമല്ല, വ്യവസായ വിപ്ലവത്തിന്റെ ഓർമ്മയും മനുഷ്യന്റെ സാങ്കേതിക പുരോഗതിയുടെ പ്രതീകവുമാണ്. ചരിത്രത്തിന്റെ പാതയിലൂടെ ഇന്നും പതുക്കെ സഞ്ചരിക്കുന്ന ഒരു ഇരുമ്പ് ഭീമൻ, അതാണ് ബ്യൂറൽ ട്രാക്ഷൻ എഞ്ചിൻ. ഈ ട്രെയിൻ എഞ്ചിൻ്റെ ഇന്നത്തെ ഓണറായ ഇദ്ദേഹത്തോട് ഞാൻ സംസാരിച്ചപ്പോൾ ഇദ്ദേഹം പറഞ്ഞു ഇതിന് ഒരു 100 വർഷത്തിലധികം പഴക്കമുണ്ടെന്ന് പറഞ്ഞു. അതുപോലെ ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ ഇത് കിട്ടിയിട്ട് 3 വർഷമേ ആയിട്ടുള്ളൂ എന്ന് പറഞ്ഞു. ഇദ്ദേഹം ഇതിൻ്റെ ഒരു പാഷനായിട്ട് ഇദ്ദേഹം ഇതിനെ കൊണ്ടു നടക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ കൂടെ ഇതിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ സംസാരിച്ചപ്പോൾ പുള്ളി ഇതിനെ വളരെ മനോഹരമായ രീതിയിൽ എനിക്ക് ഒരു എക്സ്പ്ലനേഷൻ തരികയുണ്ടായി. എന്നിട്ട് അദ്ദേഹം എനിക്കൊരു ഓഫർ തന്നു, ഇതിൽ സഞ്ചരിക്കാമെന്നും പറഞ്ഞു. ഞാൻ അദ്ദേഹത്തിൻ്റെ ഓഫർ സ്വീകരിച്ച് അദ്ദേഹത്തിൻ്റെ കൂടെ കുറച്ച് നേരം ഞാൻ ഈ ട്രെയിനിൽ യാത്ര ചെയ്തു. അതുപോലെ തന്നെയാണ് മനോഹരമായ ഇതിൻ്റെ ഘടനാ രീതി. ഇദ്ദേഹം ഇതിൻ്റെ സ്റ്റിയറിങ്ങിനെ കുറിച്ചും അതേപോലെ സ്പീഡിനെ കുറിച്ചും ഇതിൻ്റെ റിവേഴ്സ് ഗിയറിങ്ങുകളെക്കുറിച്ചും ഇതിൻ്റെ പ്രവർത്തന രീതിയെക്കുറിച്ചും ഇതിൻ്റെ കൽക്കരി ഇടുന്നതിനെക്കുറിച്ചും ഇതിന് കൽക്കരി ചൂടായി ഇതിൽ വെള്ളം ബോയിലറായി ആ ബോയിലറിൽ നീരാവിയാണ് ഇത് ചലിക്കുന്നു എന്നതിനെക്കുറിച്ചും വളരെ മനോഹരമായ രീതിയിൽ ചുരുങ്ങിയ നേരം കൊണ്ട് തന്നെ എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തന്നായിരുന്നു. ആ കാര്യങ്ങളെല്ലാം എനിക്ക് പുതിയ അറിവുകളുമായിരുന്നു. ഇത്രയേറെ പഴക്കം വന്നിട്ടും ഇത് വളരെ മനോഹരമായ രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടു നടക്കുന്ന ഇദ്ദേഹത്തെ എത്ര അഭിനന്ദിച്ചാലും മതി വരില്ല. അതുപോലെ തന്നെയാണ് ഇതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ ആരാഞ്ഞപ്പോൾ വളരെ മനോഹരമായ രീതിയിൽ വളരെ സമയമെടുത്ത് ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ എനിക്ക് പറഞ്ഞു തന്നത്. ഈ കാര്യങ്ങൾ പറഞ്ഞു തരുവാനും അതിലേക്ക് ഒരു യാത്ര ഓഫർ ചെയ്യാൻ കാണിച്ച അദ്ദേഹത്തിന് ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഞാൻ ഒരു വളരെ നന്ദി രേഖപ്പെടുത്തുന്നു. ഇവിടെ കണ്ട വളരെ വ്യത്യസ്തമായ ഒരു കാഴ്ചയാണ്. ഇവിടെ ഒരു ബസ്, ഡബിൾ ടക്കർ ബസ് കിടക്കുന്നുണ്ട്. ബസ് വരുന്നത് ഈ ഷോയുടെ ഭാഗമല്ല, പക്ഷേ ഈ ഡാർക്ക് ഫാമിലോട്ട് കയറുന്ന വഴിക്ക് ആ എൻട്രി ഗേറ്റിന്റെ അവിടെ ഒരു ഡെമോ ആയിട്ട് വെച്ചിരിക്കുകയാണ്. ഇതൊരു വർക്കിംഗ് കണ്ടീഷൻ ആയിട്ടുള്ള ഒരു ബസ്സാണ്. ഇത് ഡാർക്ക് ഫാമിന്റെ ഹിസ്റ്ററിയാണ് ഈ ബസ്സിൽ എഴുതിയിരിക്കുന്നത്. 55 വർഷമായി ഡാർക്ക് ഫാം സെലിബ്രേറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ടാണ് എഴുതിയിരിക്കുന്നത്. എന്തായാലും ഈ ബസ് ഞാൻ തിരുവനന്തപുരത്ത് കണ്ടിട്ടുണ്ട്. തിരുവനന്തപുരത്ത് ഡബിൾ ടക്കർ ബസ് ഇന്നും നിലവിലുണ്ട്. സെയിം അതുമായിട്ടൊരു സാദൃശ്യം തോന്നുന്നുണ്ട്. ഈ ക്ലാസിക് കാർ വിൻറ്റേജ് ഷോയുടെ ഭാഗമായി ഇവിടെ സംഘടിപ്പിച്ച ഈ പരിപാടിയിൽ വിവിധ തരത്തിലുള്ള ഫുഡുകളുടെ കമനീയമായ സ്റ്റാളുകളും ഇവിടെ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ചും അതും കാണികൾക്ക് ഒരു ആവേശമായി. വിവിധ തരത്തിലുള്ള ഭക്ഷണങ്ങളുടെ രുചി അറിയുവാനും ഭക്ഷണ പദാർത്ഥങ്ങൾ കഴിച്ചുകൊണ്ട് തന്നെ ഈ പരിപാടി വീക്ഷിക്കുന്നതിനും ഒരവസരവും ഉണ്ടായി. അതുപോലെ തന്നെയാണ് എടുത്തു പറയേണ്ടത് നാച്ചുറലായിട്ടുള്ള ഐസ്ക്രീമുകളുടെ കൗണ്ടറുകൾ. അത് വരുന്ന കുട്ടികൾക്കും ഫാമിലിക്കും മറ്റൊരു അനുഭവമാണ് സമ്മാനിച്ചത്. അതുപോലെ തന്നെയാണ് പരിപാടിയുടെ മാറ്റ് കൂട്ടുന്നതിന് വേണ്ടിയിട്ട് മ്യൂസിക് ഷോകളും സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതും ഈ പരിപാടിയുടെ മോടി കൂട്ടി. അങ്ങനെ എൻ്റെ ഈ ജീവിതത്തിൽ ഞാൻ കണ്ടതും കാണാൻ ആഗ്രഹിക്കുന്നതുമായ വിൻറ്റേജ് കാറുകളുടെ കാഴ്ചകൾ മനസ്സിനെ വല്ലാതെ സന്തോഷഭരിതമാക്കി. ഇങ്ങനെയുള്ള കാർ ഷോകൾ കാണാമെന്ന മോഹവുമായി കാത്തിരിക്കുന്നു മറ്റൊരു കാർ ഷോയ്ക്കായി.